താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് എല്ലാവരും ഈ സെഷനിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു. വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ മാക്സിമം വീഡിയോയിൽ വരും കേട്ടോ. താങ്ക് യു. എല്ലാവരും റെഡി ആണോ ഇന്നത്തെ സെഷനിൽ? യെസ്, മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് റെഡി. ഓക്കെ, അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സിബ്ലിംഗ് റൈവൽറി ആണ്. സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങള്, അതിന്റെ റീസൺസ് എന്താണ്, അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. സോ നിങ്ങളിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്നത്, അല്ലെ? ആർക്കൊക്കെയാണ് ഈ പ്രോബ്ലം ഉള്ളത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ, നീന്ന് കമന്റ് ചെയ്താൽ മതി. ഒരുപാട് പാരന്റ്സ് പറയാറുണ്ട് സെഷനിൽ വരുമ്പോഴും കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ ഈ ഒരു പ്രശ്നം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ഇഷ്യൂ ആയിട്ട് അവര് പറയാറുണ്ട്. സോ നിങ്ങളിൽ ആരൊക്കെയുണ്ട്, ഈ പ്രശ്നമുള്ളവർ ആരൊക്കെയുണ്ട്? ജസ്റ്റ് ഒന്ന് നീ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കാണുന്നുണ്ട്. സിബ്ലിംഗ് റൈവൽറി, സഹോദരങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസ് ആകാം, തർക്കങ്ങളാകാം, അതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് സിബ്ലിംഗ് റൈവൽറി? എന്താണ് സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്നത്? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകള്, തർക്കങ്ങള്, അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ, പിന്നെ കുട്ടികളാണല്ലോ, സോ ഒരു തരം അസൂയ, അങ്ങനൊക്കെ വളർന്നു വരുന്ന ഒരു ഏജിൽ വരുന്ന ഒരു പ്രോസസ്സാണ്. മീൻസ് ഗ്രോയിങ്, അവരൊരു നോർമൽ ചൈൽഡ്ഹുഡിന്റെ ഒരു നോർമൽ പാർട്ടാണ് ഈ സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്നത്. പക്ഷെ ഇത് നന്നായി നമ്മൾ പാരന്റ്സ്, ആസ് എ പാരന്റ് നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നന്നായി മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് അവരുടെ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. സോഷ്യൽ സ്കില്ലും ഇമോഷണൽ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ ഈ സിബ്ലിംഗ് റൈവൽറി നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ഫാമിലീസിലുള്ള ഒരു സംഭവമാണ് സിബ്ലിംഗ് റൈവൽറി. അത് ഏത് ഏജിൽ വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, ദെൻ ഇംപ്രൂവ്സ് ഓവർ ടൈം, യൂഷ്വലി ഡിക്രീസസ് വിത്ത് മെച്യൂരിറ്റി. വലുതാകും തോറും ഇത് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ചെറുപ്പത്തിലത്തെ അത്ര ഒരു തർക്കങ്ങൾ വലുതാവുമ്പോൾ അവർക്ക് ചിലപ്പോ കാണില്ല. അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ നിങ്ങൾക്ക്? യെസ്, ഓക്കെ. സോ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നോക്കാം. വാട്ട് കോസസ് സിബ്ലിംഗ് റൈവൽറി? അതിൽ ഒരു ഇഷ്യൂ മാത്രം ആവണമെന്നില്ല. ഇറ്റ്സ് എ മിക്സ് ഓഫ് ഇമോഷണൽ നീഡ്സ്, ഫാമിലി ഡൈനാമിക്സ് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റേജസ്. കുട്ടികളുടെ ഇമോഷണൽ നീഡ്സ് കാരണമാകാം, അല്ലെങ്കിൽ ഫാമിലി ഡൈനാമിക്സ്, നിങ്ങൾ ഫാമിലിയിൽ ഓരോരുത്തരുടെ റോൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഫാമിലി അനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസങ്ങൾ വരാം. പിന്നെ ഓരോ കുട്ടികൾക്ക് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ട്, ഓരോ ഏജിലും ഡിഫറെന്റ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ട്. സോ അതിനനുസരിച്ചിട്ടും അവരുടെ ഫിസിക്കൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സിനനുസരിച്ചിട്ടും ഈ ഒരു കോൺഫ്ലിക്ട്സുകൾ വരാം. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള റീസൺസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് കോമ്പറ്റീഷൻ ഫോർ അറ്റൻഷൻ. Children naturally want their parents' focus and may feel threatened when the sibling gets more of it. അറ്റൻഷൻ സീക്കിംഗ് കുട്ടികൾ ഉണ്ടാകാം. അവർക്ക് പാരന്റ്സിന്റെ ഫുൾ അറ്റൻഷൻ അവർക്ക് തന്നെ വേണം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ അവർ മറ്റ് സിബ്ലിങ്ങുമായിട്ട് ഫൈറ്റിന് നിൽക്കും. മറ്റുള്ളവർക്ക് ആ ഒരു അറ്റൻഷൻ കൊടുക്കുമ്പോൾ അവർക്ക് അത് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ ചെയ്യുന്നതാണത്. പാരന്റ്സിന്റെ അറ്റൻഷൻ എനിക്ക് വേണം, സ്നേഹം എനിക്ക് വേണം, കെയർ എനിക്ക് വേണം. പക്ഷെ മറ്റൊരു കുട്ടിക്കും അത് കൊടുക്കുമ്പോൾ അവർക്ക് വരുന്ന ഒരു ഇൻസെക്യൂരിറ്റി ആണ് ഒരു റീസൺ.
Then jealousy over achievements. When one child is praised for grades or talents, others may feel inadequate or overlooked. ഇപ്പോ ഒരു കുട്ടി ഇപ്പൊ 2-3 കുട്ടികളുള്ള വീടാണെങ്കിൽ ഒരു കുട്ടി നല്ല ഗ്രേഡ്സ് മേടിക്കുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നല്ല അച്ചീവ്മെന്റ് മേടിക്കുന്നു. സോ അങ്ങനെ വരുമ്പം നാച്ചുറലി പാരന്റ്സ് ആ കുട്ടീനെ പ്രേസ് ചെയ്യുമല്ലോ. സോ അത് കാണുമ്പോൾ ഈ കുട്ടിക്ക് ഒരു ഞാൻ പോരാ എന്നുള്ളൊരു തോന്നൽ വരും. സോ ആ ഒരു തോന്നൽ മൈൻഡിൽ വെച്ചിട്ട് ആ കുട്ടി ഒരു അസൂയ മൈൻഡിൽ വളരും. സോ അത് മൈൻഡിൽ വെച്ചിട്ട് ആ കുട്ടി സിബ്ലിംഗായിട്ട് പിന്നീട് ഒരിക്കൽ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് ആ സമയത്ത് തന്നെ ആ കുട്ടി അതിന്റെ ആ ഒരു അസ്വസ്ഥത കാണിക്കും. ഈ കുട്ടി മൈൻഡിൽ ഇതിങ്ങനെ വെച്ചുകൊണ്ട് പിന്നെയുള്ള സംഭവങ്ങളിൽ ഈ ഒരു പ്രശ്നം കാരണം, ഈ അസൂയ കാരണം ആ കുട്ടീനായിട്ട് വീണ്ടും വീണ്ടും ഫൈറ്റിന് നിൽക്കും. സോ ദ റൂട്ട് കോസ് ഇവിടെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക, ഈ ഒരു അസൂയ കേട്ടോ. Then personality and age differences. Different temperaments and age gaps can create friction in how children interact and share space. ഒരു അമ്മയുടെ വയറ്റിന്ന് 3 മക്കളാണെന്നുവെച്ചെങ്കിൽ ആ 3 പേരും ഡിഫറെന്റ് സ്വഭാവമായിരിക്കും, ഒരേ സ്വഭാവമല്ലല്ലോ. സോ ഡിഫറെന്റ് അവരുടെ ആങ്കർ ഇഷ്യൂസ്, ആങ്കർ ലെവൽ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ഏജ് ഗ്യാപ്പ് കുറവുള്ള കുട്ടികളിലാണ് കൂടുതൽ ഫൈറ്റ്സുകൾ കാണുന്നത്. ഓക്കെ, ചെറിയ 1 or 2 ഇയർ ഗ്യാപ്പിലാണെങ്കിൽ അവർ തമ്മിലുള്ള ഫൈറ്റ്സ് കൂടുതലായിരിക്കും. Comparisons by adults. When parents or relatives compare children, it fuels resentment and damages self-worth. മിക്ക പാരന്റ്സും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആണിത്, കുട്ടികളെ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ സിബ്ലിങ്ങുമായിട്ടോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലത്തെ കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ കസിൻസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത്. നീ അവനെ നോക്കി പഠിക്കുക, അവന് കണ്ടില്ലേ നല്ല കുട്ടിയായിട്ടിരിക്കുന്നു, അവനെ കണ്ടില്ലേ നന്നായി പഠിക്കുന്നത്, അവന്റെ ടോയ്സ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ജസ്റ്റ് കമ്പാരിസൺ കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. ഓക്കെ, സോ അത് കാരണം കുട്ടികളിൽ കോൺഫ്ലിക്ട്സിൽ പോകും. സോ ഇത്രയും റീസൺസ് ആണ് ഉണ്ടാവുക. കോമ്പറ്റീഷൻ ഫോർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലിക്റ്റിന് പോവുക. ദെൻ ജെലസി ഓവർ അച്ചീവ്മെന്റ്സ്. മറ്റു കുട്ടികൾ സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേഡ്സിലോ ടാലൻസിലോ അവര് അച്ചീവ്മെന്റ്സ് കൊണ്ടുവരുമ്പോൾ ഈ കുട്ടി ഫീൽ ചെയ്യുന്ന അസൂയ. ഇൻ പേഴ്സണാലിറ്റി ആൻഡ് ഏജ് ഡിഫറൻസ്. ഡിഫറെന്റ് ആംഗർ ലെവൽസ് ആയിരിക്കും ഓരോ കുട്ടികൾക്ക്. പിന്നെ ഏജ് ഡിഫറൻസ് ഉണ്ട്. സ്മോൾ ഏജ് ഡിഫറൻസ് ആണെങ്കിൽ അവർ തമ്മിലുള്ള ഫൈറ്റ്സ് കൂടുതലായിരിക്കും. ദെൻ കമ്പാരിസൺ ബൈ അഡൾട്ട്സ്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കോസസ്. സോ ഇത് ക്ലിയർ ആയോ? നമ്മൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. സോ അത് വരാനുള്ള റീസൺസ് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ സിബ്ലിംഗ് റൈവൽറി എപ്പോഴൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് അത് ഷോ അപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടുതൽ എംപത്തറ്റിക് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും അവരൊക്കെ ബിഹേവ് ചെയ്താൽ ഇത് മെല്ലെ മെല്ലെ കുറച്ച് വരാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് സിബ്ലിംഗ് റൈവൽറി. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്രീക്വന്റ് ആർഗ്യുമെന്റ്സ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഫ്രീക്വന്റ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് ഫ്രീക്വന്റ് ആയിട്ട് വരണം കേട്ടോ. ഫ്രീക്വന്റ്ലി അവർ ആർഗ്യൂ ചെയ്യുന്നുണ്ടോ, പിന്നെ ആ ഒരു ചെറിയൊരു സംഭവത്തിൽ തുടങ്ങി അതിങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ടോ എന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ദെൻ ടീസിങ് ആൻഡ് നെയിം കോളിംഗ്. പരസ്പരം അങ്ങോട്ടും കളിയാക്കുക, പിന്നെ നിക് നെയിംസ് അല്ലെങ്കിൽ ബാഡ് നെയിംസ് കോൾ ചെയ്യുക, ആ ഒരു സ്റ്റേജ് ഒക്കെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ റെഫ്യൂസിങ് ടു ഷെയർ. ഇപ്പോ എല്ലാ കുട്ടികൾക്കും കളിക്കാനുള്ള ഒരു കോമൺ ടോയ് ഉണ്ടാകും. സോ അത് ഷെയർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വിസമ്മതിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അവർക്ക് ആ ഒരു കോപ്പറേഷൻ ഉണ്ടോ ഇല്ലേ, അവർക്ക് ഷെയർ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ദെൻ ഫൈറ്റിംഗ് ഓവർ ബിലോങ്ങിങ്സ്. ടോയ്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒരു സ്പേസിന് വേണ്ടിയിട്ട്, അവരുടെ പേഴ്സണൽ ഐറ്റംസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് ചിലർക്ക് കാണാം ഒരു ടോയ് അവിടെ ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു ടോയ് ആയിരിക്കും, അത് അവിടെ വെറുതെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ആർക്കും ആവശ്യം ഉണ്ടാവില്ല, ഒരു കുട്ടി എടുത്താൽ അപ്പൊ മറ്റേ കുട്ടിക്കും വേണ്ടി വരും.
അല്ലെ? അങ്ങനെ പല സ്ഥലത്തും കാണാറുണ്ട്. സോ അങ്ങനെ ഫൈറ്റിംഗ് ഓവർ ബിലോങ്ങിങ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ കംപ്ലൈൻസ് ഓഫ് അൺഫെയർനെസ്. അവർ പറയും അതങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇറ്റ്സ് നോട്ട് ഫെയർ. അത് കോമൺ ആയിട്ട് കാണുന്ന ഒരു വേർഡാണ്. മീൻസ് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തത് ശരിയായില്ല, അവൻ്റെ അടുത്ത് അങ്ങനെ കൊടുത്തല്ലോ, ലൈക്ക് അങ്ങനെ ഒരു ഫെയർ ട്രീറ്റ്മെന്റ് അവർക്ക് ഫീൽ ചെയ്യുക. ഫെയർ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യുക. ഓക്കെ. ദെൻ അറ്റൻഷൻ സീക്കിംഗ്, ആക്ടിങ് ഔട്ട് ടു ഡ്രോ എ പാരന്റ്സ് ഫോക്കസ് അവേ ഫ്രം എ സിബ്ലിംഗ്. ഒരു കുട്ടിക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ മറ്റേ കുട്ടി കുറെ ടാൻട്രംസ് കാണിക്കും. ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറെ ഒച്ചയും ബഹളം ഉണ്ടാക്കും, മറ്റേ കുട്ടീനെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവനക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഇനി കുറച്ച് കോൺഫ്ലിക്ട്സുകൾ വരുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നോക്കാം. കോമ്പറ്റീഷൻ ഫോർ അറ്റൻഷൻ. ഒരു 5 വയസ്സായ ഒരു കുട്ടി, പുതിയൊരു കുട്ടി വരുമ്പം ആ കുട്ടിക്ക് ഒരു സങ്കടം ഉണ്ടാവും. മീൻസ് ആ കുട്ടിക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുമല്ലോ, എനിക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല, പിന്നെ ആ അസൂയ ഒക്കെ വരും. അത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ, സെറ്റ് അസൈഡ് ഇൻഡിവിജ്വൽ ക്വാളിറ്റി ടൈം വിത്ത് ഈച്ച് ചൈൽഡ് ഡെയിലി. 2 കുട്ടികൾക്കും ചെറിയ കുട്ടിയായിരിക്കും, പക്ഷെ അതിന് കൂടുതൽ അറ്റൻഷൻ വേണ്ടി വരും. എന്നാലും മൂത്ത കുട്ടിക്ക് ആ അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്ന് ആ കുട്ടിക്ക് ഫീൽ ചെയ്യണം. അവരുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നും എൻ്റെ പാരൻസ് നോക്കുന്നുണ്ട് എന്ന ശ്രദ്ധ കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒരു പുതിയ കുട്ടി വരുമ്പോൾ ഗസ്റ്റുകൾ വരുമല്ലോ, ആ ഗസ്റ്റുകളും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പുതിയൊരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ മൂത്ത കുട്ടീനും കൺസിഡർ ചെയ്യുക. ഓക്കെ. ആ കുട്ടിക്കും അറ്റൻഷൻ കൊടുക്കുക, വാല്യൂ കൊടുക്കുക. സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആ ഒരു ദേഷ്യവും അസൂയൊക്കെ ഒന്ന് മാറും. ആ കുട്ടിയും വാല്യൂ ചെയ്യും, ആ കുട്ടീനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് ആ കുട്ടിക്ക് ഫീൽ ചെയ്യണം. സോ അവിടെയാണ് ആ പോയിന്റ് വരുന്നത്. യു ഹാവ് ടു മേക്ക് ദം ഫീൽ ദാറ്റ് ദേ ആർ വാല്യൂഡ്. ഓക്കെ. അതിന് ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് അറ്റൻഷൻ സെപ്പറേറ്റ് തന്നെ കൊടുക്കുക. അവർക്ക് അറ്റൻഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ടൈം കണ്ടെത്തിയിട്ട് അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദെൻ അക്കാഡമിക് കോമ്പറ്റീഷൻ. ഇപ്പോൾ ഒരു മൂത്ത കുട്ടി നന്നായിട്ട് പഠിച്ച് നല്ല ഗ്രേഡ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, എപ്പോഴും നല്ല മാർക്കോടെ വരുന്നുണ്ട്. സോ അതിന്റെ യങ് ബ്രദറോ സിസ്റ്ററിന് അവർക്ക് കോൺസ്റ്റന്റ് ആയി, അവർ അത്ര ആവറേജ് ആവില്ലല്ലോ. ഇപ്പൊ 3 കുട്ടികളാണെങ്കിൽ 3 പേരും ഡിഫറെന്റ് ഇന്റലക്ച്വലി ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മൾ അത് കമ്പയർ ചെയ്യാതിരിക്കുക. ഓക്കെ. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും. എവറി ചൈൽഡ് ഇസ് യുണീക്ക്. ദേ ഹാവ് ഡിഫറെന്റ് സ്ട്രെങ്ത്സ്, ഡിഫറെന്റ് ടാലൻസ്. സോ അത് നമ്മൾ കണ്ടെത്തിയിട്ട് ഏതിലാണോ അവർക്ക് ടാലന്റ് ഉള്ളത് അത് നമ്മൾ പ്രേസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവർക്ക് ആ ഒരു അപ്രിസിയേഷൻ കൊടുക്കുക. അവർക്ക് വേണ്ട, അതിന് വേണ്ട, അത് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. സോ അവരത് വിൻ ചെയ്ത് വരുമ്പോൾ ആരായാലും കമ്പയർ ചെയ്യാതെ അവരെന്തിനാണോ ജയിച്ചു വന്നിരിക്കുന്നത് അത് സെലിബ്രേറ്റ് ചെയ്യാം. അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവരെ വേണമെങ്കിൽ ഇന്നൊരു അച്ചീവ്മെന്റ് കൊടുന്നല്ലോ, സോ ലെറ്റ്സ് ഗോ ആൻഡ് സെലിബ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ആ വാല്യൂ കൊടുക്കുക. ആ ഒരു അവരുടെ സെലിബ്രേഷൻ നിങ്ങളുടെയും സെലിബ്രേഷൻ ആണ്, നിങ്ങളുടെയും ഹാപ്പിനെസ് ആണെന്ന് കാണിക്കുക. ഓക്കെ. കമ്പയർ ചെയ്യാതെ കാണിക്കുക. ദെൻ ഷെയറിംഗ് പൊസിഷൻസ്. ഇപ്പോൾ ഒരു സംഭവം, ഒരു ടോയിന് വേണ്ടിയിട്ട് 2 പേര് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. മീൻസ് ലൈക്ക് ഒരാൾക്ക് ഒരു ടൈം കൊടുക്കുക അത് യൂസ് ചെയ്യാൻ, മറ്റൊരാൾക്ക് വേറെ ടൈം കൊടുക്കുക. ഈക്വൽ ടൈം കൊടുക്കണം. കാരണം കുട്ടികൾ കമ്പയർ ചെയ്യും, എനിക്ക് ഇത്ര ടൈം കിട്ടിയുള്ളൂ, ആ കുട്ടിക്ക് ഇത്ര ടൈം കിട്ടി. അവർ കമ്പയർ ചെയ്യും, എനിക്ക് കുറച്ച് ടൈം ഉള്ളൂ, ആൾക്ക് കുറെ ടൈം കിട്ടി. സോ ഈക്വൽ ടൈം കൊടുക്കുക. അതിൽ അവര് ഒരു ഷെയറിങ്, എങ്ങനെയാണ് ടോയ്സ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ. ദാറ്റ് ഈസ് ഷെയറിംഗ് പൊസിഷൻസ്. ഈ ഒരു പ്രോബ്ലം വരുമ്പോൾ ഇതിന് നമുക്ക് മാനേജ് ചെയ്താലുള്ള ബെനിഫിറ്റ്സും അതിന്റെ നെഗറ്റീവ് സൈഡ് എഫക്ട്സും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നെഗറ്റീവ് എഫക്ട്സ് എന്താണെന്ന് നോക്കാം ആദ്യം. ഇത് പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളിൽ ലോ സെൽഫ് എസ്റ്റീം, അവർക്കൊരു വാല്യൂ ഇല്ല, സെൽഫ് എസ്റ്റീം ഒക്കെ വളരെ കുറവായിരിക്കും. സെൽഫിനോടുള്ള ഒരു സ്നേഹം ഉണ്ടാവില്ല, ഞാൻ പോരാ, എനിക്ക് കഴിവില്ല. ആ ഒരു മെയിൻ സംഭവം ഇവിടെ സിബ്ലിംഗ് റൈവൽറി എന്നാണ് വരുന്നത്.
സോ അവർ അഡൽട്ടിൽ ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസും ഈ സിബ്ലിംഗ് റൈവൽറി റൂട്ട് കോസ് ആയിട്ട് വരാം. ദെൻ അവരിൽ ആങ്സൈറ്റി ഉണ്ടാക്കാം. അവർക്ക് മെയിൻലി ഇത് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡൽട്ട്സ് ആകുമ്പോൾ അവർക്ക് ആങ്സൈറ്റി അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവും. ആങ്സൈറ്റി കൂടി വരും. എന്നാലും എനിക്ക് എന്നാലും ശ്രദ്ധിക്കുന്നില്ല, സോ ഐ നീഡ് ലവ് ആൻഡ് കെയർ, എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളതിന്റെ ആങ്സൈറ്റി അവർക്ക് ഉണ്ടാകും. പിന്നെ ഫാമിലി സ്ട്രെസ്, ഫാമിലി എൻവയോൺമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ മീൻസ് ഒരു കാം ആൻഡ് കമ്പോസ്ഡ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ എപ്പോഴും സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ഈ സിബ്ലിംഗ് റൈവൽറി കൂടി വരുന്നതായിരിക്കും. അത് നന്നായിട്ട് മാനേജ് ചെയ്യാനുള്ള അഡൽട്ട്സ് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിലും ആ സ്ട്രെസ് ലെവൽ കൂടി വരികയാണ് ചെയ്യുക. ദെൻ അഗ്രസീവ് ബിഹേവിയർ, ഇത് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ അവർ കൂടുതൽ അഗ്രസീവ് ആയിട്ട് മാറും, ഫിസിക്കലി അഗ്രസീവ് ആകും. ദെൻ അത് അവര് അഡൽട്ട് ലൈഫിനെയും ബാധിക്കും കേട്ടോ. സോ ലോങ് ടേം റിസെന്റ്മെന്റ്, അവര് ഇത് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ആ ഒരു ദേഷ്യം പകയും ഒക്കെ കുറെ കാലങ്ങളോളം നിൽക്കും. അത് അവിടെ സോൾവ് ആകുന്നില്ലല്ലോ. സോ ആ ഒരു ദേഷ്യം പക അവരുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് നടക്കും. ദെൻ ദ പോസിറ്റീവ് എഫക്ട്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് അത് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ പാരന്റ്സ് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അവർക്ക് തന്നെ അത് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ട്. സോ അവർ തന്നെ അത് സോൾവ് ചെയ്യും. പിന്നെ അത് സീരിയസ് ഇഷ്യൂസ് ആണെങ്കിൽ പാരന്റ്സ് ഹെൽപ്പ് ചെയ്യുക, ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ചില സമയത്ത് പറ്റില്ല, നമുക്ക് കുട്ടികളാണ്, പിന്നെ പാരന്റ്സിന് തന്നെ അവർക്ക് അവരുടേതായ സ്ട്രെസ് ഉണ്ടാവും, നമ്മുടെ ക്ഷമ ചില സമയത്ത് പോകും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ആ ഒരു മാക്സിമം നമ്മൾ കാം ആയിട്ട് ഇരുന്നിട്ട് അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഓക്കെ. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഇതിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് അവരുടെ ഇപ്പോൾ സിബ്ലിങ്സുമായിട്ടുള്ള പുറത്തുള്ള സോഷ്യൽ സ്കിൽസ്, പുറത്തുള്ള റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഫാമിലി, സ്കൂളിൽ ഒക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസും ഇതിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ പേഷ്യൻസ്, ക്ഷമ, നമ്മൾ ക്ഷമയോടെ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലും ആ ക്ഷമ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. പേഷ്യൻസ് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ബട്ട് സ്റ്റിൽ അത് ട്രൈ ചെയ്യാം. പേഷ്യൻ്റ് ആയിട്ട് നമുക്ക് കുട്ടികളെ ഡീൽ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ എന്താ ചെയ്യുന്നത്, പാരന്റ്സ് കാം ആയിട്ട് ഇരിക്കണം എന്നാണ്. പാരന്റ്സിന്റെ ട്രോമാസ് ഹീൽ ചെയ്ത് പാരന്റ്സ് മാക്സിമം കാം ആയിട്ട് ഇരിക്കാൻ നോക്കണം. ദെൻ കോംപ്രമൈസിങ് സ്കിൽസ് ഉണ്ടാക്കാൻ പറ്റും. അവര് നെഗോഷിയേറ്റ് ചെയ്യാനും എങ്ങനെ ഇതിനൊരു ഒത്തുതീർപ്പാക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ബെനിഫിറ്റ് ആണ്, അവർക്കത് ഫ്യൂച്ചറിലും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇമോഷണൽ സ്ട്രെങ്ത്, ഇമോഷണലി അവർക്ക് ഒരു സ്ട്രെങ്ത് കിട്ടാണ്. ഇപ്പോ ഇങ്ങനെ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡൗൺ ആകാതെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ ദേ ബിക്കം ഇമോഷണലി സ്ട്രോങ് ഹ്യൂമൻസ്. ഓക്കെ. ഇത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന്ന് ഒരുപാട് സ്കിൽസുകൾ, ഈ പറഞ്ഞ സ്കിൽസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ പേഷ്യൻസ് കാണിക്കണം, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാം ആയിട്ട് ഇതിനുള്ള സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിന് എന്താ വെച്ചാൽ, ദ ഗോൾ ഈസ് നോട്ട് ടു എലിമിനേറ്റ് റൈവൽറി, ഇറ്റ് ഈസ് ടു ഗൈഡ് ചിൽഡ്രൻ ത്രൂ ഇറ്റ് വിത്ത് കൺസിസ്റ്റൻസി ആൻഡ് കെയർ. ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല, കുട്ടികളാണ്. സോ നമ്മൾ അവരെ അഡൽട്ട് ആയിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ള വാശി പാരന്റ്സിന് പാടില്ല. കുട്ടികളാണ്, അവർ ഫൈറ്റ് ചെയ്യും, അവര് ക്രൈ ചെയ്യും, ടാൻട്രം കാണിക്കും, എല്ലാം ചെയ്യും. അത് അവരുടെ ഏജ് അങ്ങനെയാണ്, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഒരു കുട്ടി നല്ല അടക്കം ഒതുക്കത്തോടെ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു വാശി ഉണ്ടല്ലോ, അത് പാരന്റ്സിനും ഉണ്ടാവാൻ പാടില്ല. കുട്ടികളുടെ സ്റ്റേജിലൂടെ എല്ലാ ഡെവലപ്മെന്റ് സ്റ്റേജിലും ഇമോഷണലി അവര് ആ ഒരു സ്റ്റേജസ് എല്ലാം അവർ കടന്നു പോകണം. സോ അതിന് പാരന്റ്സ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് അവരെ കെയർ ചെയ്യാം. എല്ലാ കാര്യങ്ങളിലും മീൻസ് എല്ലാ കോൺഫ്ലിക്ട്സുകൾ വരുമ്പോഴും അവരത് മാനേജ് ചെയ്യാനുള്ള ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ. ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഇഫക്ട്സ്. ഇത് കുറച്ച് ടിപ്സുകളാണ് എങ്ങനെയാണ് ഒരു പാരന്റിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്.
സോ നേരത്തെ പറഞ്ഞ പോലെ അവോയ്ഡ് കമ്പാരിസൺസ്. Each child is unique. Praise them for who they are, not how they measure up. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാ ചൈൽഡിനും യുണീക്ക് ആയിട്ടുള്ള ടാലൻസ് ഉണ്ട്. അവർ യുണീക്ക് ആണ്, വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ട്. സോ അവരെന്തിലാണോ ടാലന്റ് കാണിക്കുന്നത് അത് നമ്മൾ എടുത്തു പറയണം, സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞ് അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, പ്രേസ് ചെയ്യുക. കമ്പാരിസൺസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ദെൻ ഗിവ് ഈക്വൽ ആൻഡ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. സോ ഓരോരുത്തർക്കായിട്ട് ഈക്വൽ ആയിട്ട് അറ്റൻഷൻ കൊടുക്കണം. അത് അവർക്ക് മനസ്സിലാകണം, ഇന്ന ടൈം എനിക്കുള്ളതാണ്. സോ അത് ആ കംപ്ലീറ്റ് അറ്റൻഷൻ, പാരന്റിന്റെ അറ്റൻഷൻ കംപ്ലീറ്റ്ലി ഈക്വൽ ആയിട്ട് ഓരോരുത്തർക്കും കൊടുക്കുക. സോ അത് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ അത് മാക്സിമം കുറയ്ക്കും. പാരന്റ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ദെൻ ടീച്ച് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ്. Help children use words, take turns and find compromises on their own. ഞാൻ നേരത്തെ പറഞ്ഞ് എല്ലാ കോൺഫ്ലിക്റ്റിലും ഇടപെടാതെ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള സംഭവം പഠിപ്പിച്ചു കൊടുത്താൽ നെക്സ്റ്റ് ടൈം ആ സെയിം കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അത് അവർ തന്നെ അത് സൊല്യൂഷൻ കണ്ടെത്താനുള്ള സ്പേസ് പാരന്റ്സ് കൊടുക്കണം. ഓക്കെ, അവർക്ക് നേരത്തെ പഠിപ്പിച്ചത് ഇന്ന ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് ഫസ്റ്റ് ടൈം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അതിൽ ഇടപെടാതെ അവരെന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഓക്കെ, അതിനുള്ള സ്പേസ് അവർക്ക് കൊടുക്കുക. Then set clear family rules. Consistent expectations around sharing, respect and consequences reduce friction. സോ നമ്മൾ ഫാമിലി റൂൾസ് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയൊക്കെയാണ് ഈ ഒരു നമ്മളെ ടൈമിങ് എങ്ങനെ, കളിക്കുന്ന ടൈം എങ്ങനെ, പഠിക്കുന്ന ടൈം എങ്ങനെ, എങ്ങനെയാണ് കാര്യങ്ങൾ ടോയ്സുകൾ ഷെയർ ചെയ്യേണ്ടത്, പരസ്പരം എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, അതൊക്കെ നേരത്തെ തന്നെ ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇന്നതാണ് ഫാമിലി റൂൾസ്, യു ഹാവ് ടു ഫോളോ ദിസ് എന്ന് പറഞ്ഞിട്ട് അവരെ നല്ല കാമായിട്ട് ലവിങ് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. അല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളു ചെയ്യാം. സോ അവര് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, ദെൻ എൻകറേജ് ടീം വർക്ക്. അവർക്ക് ഇങ്ങനെ ടീം വർക്കിന് ടാസ്കുകൾ കൊടുക്കാം. ഇങ്ങനെ ഒരുമിച്ച് ചെയ്യേണ്ട വർക്കുകൾ. ഒരു ഹോളിഡേ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് പറയാം, നിങ്ങൾ രണ്ടുപേരും ഈ റൂം ക്ലീൻ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ടാസ്കുകൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് അവർക്ക് കൊടുക്കുക. സോ അത് അവർക്ക് ആ ഷെയറിങ്ങും ആ ഒരു ബോണ്ടും ടീമായിട്ട് ഇരിക്കാനുള്ള ഒരു ബോണ്ടും ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഒരു ടീമാണ്, എതിർ ടീം അല്ല, വി ആർ വൺ ടീം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് വരും. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ്, കുറച്ച് പോയിന്റ്സ് ആണ് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ സൊല്യൂഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത്. അവോയ്ഡ് കമ്പാരിസൺ, ഗിവ് ഈക്വൽ ആൻഡ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ടീച്ച് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, സെറ്റ് ക്ലിയർ ഫാമിലി റൂൾസ്, എൻകറേജ് ടീം വർക്ക്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് എന്തൊക്കെയാ ചെയ്യാം. 1-on-1 ടൈം കൊടുക്കാം, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാം, ഈച്ച് ടൈം കുട്ടികൾക്ക് സെപ്പറേറ്റ്ലി കൊടുക്കാം. പിന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, കുട്ടികൾക്ക് എല്ലാം തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. ഓക്കെ, അവർക്കിപ്പോ ഇന്നത് എന്റെ പാരന്റ്സിനോട് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടി, അവരെന്നെ അടിക്കോ വഴക്ക് പറയോ എന്നുള്ള ആ പേടി മാറ്റിയിട്ട് അവർക്ക് എന്തും തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. അവർക്ക് ആ ഒരു പേടി പാടില്ല, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അടിക്കോ വഴക്ക് പറയോ എന്നുള്ള ആ ഒരു പേടി മാറ്റിയിട്ട് എനിക്ക് എൻ്റെ അടുത്ത് എന്തും പറയാം, ഞാൻ അതിനനുസരിച്ചിട്ടുള്ള അഡ്വൈസ് തരാം. ആ പേടി മാറ്റി കൊടുക്കണം. ഓക്കെ, ഓപ്പൺ ആയിട്ട് എന്തും പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. ദെൻ സെറ്റ് ക്ലിയർ റൂൾസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൗണ്ടറീസ് എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, അവരുടെ പേഴ്സണൽ ബൗണ്ടറീസ്. ദെൻ ഫാമിലി റൂൾസ് എല്ലാം അവർക്ക് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. ദെൻ ടീച്ച് ഷെയറിങ്, ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് ഒരു ഷെയറിങ് മെന്റാലിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽസ് പറഞ്ഞു കൊടുക്കുക. പ്രേസ് കോപ്പറേഷൻ, അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ
അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രേസ് അപ്രിസിയേഷൻ ഒക്കെ കൊടുക്കണം. അവരത് നല്ല കാര്യമാണല്ലോ മോൻ ചെയ്തത്, നിങ്ങൾ അങ്ങനെ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, വെരി ഗുഡ് ബോയ്, വെരി ഗുഡ് ഗേൾസ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പ്രേസ് ചെയ്യണം. അവർക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ്. ആ പ്രേസിങ് ഫ്രം ദ പാരന്റ് അവർക്ക് കിട്ടുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ്. കുട്ടികളുടെ മെന്റൽ സ്ട്രെങ്ത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രേസിങ്. ദെൻ സ്റ്റേ കാം, മോറൽ പേഷ്യൻസ് ആൻഡ് ഇമോഷണൽ കൺട്രോൾ ഡ്യൂറിങ് ഡിസഗ്രിമെന്റ്സ്. കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ പല സമയത്തും പാരന്റ്സിന്റെ പേഷ്യൻസ് പോകാറുണ്ട് അല്ലേ, അത് മാനേജ് ചെയ്യാൻ പറ്റാറില്ല. സോ ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാല് പാരന്റ്സ് ആദ്യം നന്നായിട്ട് ഹീൽ ചെയ്യണം, അവരുടെ ട്രോമാസ് ഹീൽ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ മെഡിറ്റേഷൻ ഒക്കെ നമ്മളുടെ ആങ്കർ ലെവൽ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രാക്ടീസുകളാണ്. ഒരുപാട് ടൂൾസ് ഉണ്ടല്ലോ. സോ അത് സെൽഫായിട്ട് തന്നെ നന്നായിട്ട് ഹീൽ ചെയ്തിട്ട് ഒരു കാം സ്റ്റേറ്റിൽ ഇരിക്കാൻ ശ്രദ്ധിക്കണം. മോസ്റ്റ് ഓഫ് ദ ടൈം അത് പറ്റുന്ന ഒരു കാര്യമാണ്, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവമല്ല, പറ്റുന്ന കാര്യമാണ് കാം സ്റ്റേറ്റിൽ ഇരിക്കുക എന്നുള്ളത്. സോ അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ട്രോമാസ് നിങ്ങൾ തന്നെ ഹീൽ ചെയ്യുക. നിങ്ങൾ കാമായിട്ട് ഇരിക്കുമ്പോഴാണ് മക്കൾക്കും ആ ഒരു കാംനെസ് ഫീൽ ചെയ്യുക. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരു ഭയങ്കര ദേഷ്യത്തിൽ ഇരുന്നിട്ട് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ ആ ഒരു എനർജിയാണ് അവർക്ക് റിഫ്ലക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ അവരും കൂടുതൽ ടാൻട്രംസ് കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇത് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിന്റെ ഒരു ലോങ് ടേം ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ചാൽ ഇമോഷണൽ സപ്പോർട്ട്. ഇപ്പൊ ചെറുപ്പം തൊട്ടേ അവർക്ക് നന്നായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പം എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ലോങ് ടേം അവർ വലുതാകുന്നത് വരെ അവർക്ക് പരസ്പരം ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിൽക്കാൻ പറ്റും. അല്ലെ, പലയിടത്തും കാണാം സിബ്ലിങ്സ് ആണ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എന്തും തുറന്ന് പറയാൻ പറ്റും, എന്തും ജഡ്ജ് ചെയ്യാതെ പറയാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പലരും പറയുന്നേക്കാം. അത് അവർക്ക് ചെറുപ്പം തൊട്ടേ ആ ഒരു എങ്ങനെ കോൺഫ്ലിക്ട്സുകൾ മാനേജ് ചെയ്യണം എന്ന സ്കില്ല് ഡെവലപ്പ് ആയതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്നത്. ഓക്കെ, ദെൻ സോഷ്യൽ സ്കിൽസ്. ഇത് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സിബ്ലിങ്സുമായിട്ടും പുറത്തുള്ളവരുമായിട്ടും നന്നായിട്ട് ബിഹേവ് ചെയ്യാനും കൂടുതൽ എംപത്തറ്റിക് ആവാനും മറ്റുള്ളവരുടെ മനസ്സിലാക്കാനും അവർക്ക് അതിന് സാധിക്കും. ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയും. മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് വളരെ കൈൻഡ് ആയിട്ട് എംപത്തറ്റിക് ആയിട്ട് സംസാരിക്കാനും അതിനുള്ള ഒരു കഴിവ് അവർക്ക് ഇതിൽ കിട്ടും. പിന്നെ പ്രോബ്ലം സോൾവിങ്. അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള സ്കിൽ അവരിൽ ഡെവലപ്പ് ആയിട്ടുണ്ടാകും. സോ ദേ ക്യാൻ ഫേസ് ഓൾ ദ ചാലഞ്ചസ് ഇൻ ലൈഫ് വെരി ഈസിലി. അതിപ്പോ സ്കൂളിലാവാം, കോളേജിലാവാം, ഫ്യൂച്ചർ ലൈഫിലാവാം. അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ടിപ്സ് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ ദം. ദെൻ ലൈഫ് ലോങ് ബോണ്ട്. Healthy sibling relationships often become a source of strength throughout life. Yes, ഇത് ഒരു ലൈഫ് ലോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സിബ്ലിങ്സ് തമ്മിലായിട്ടുള്ളത്. സോ അവർക്കൊരു വാം ആൻഡ് ഇമോഷണലി ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് സിബ്ലിങ്സ് മാറും. പരസ്പരം ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ആളാണല്ലോ ഒരു സിബ്ലിംഗ് എന്ന് പറയുന്നത്, സഹോദരങ്ങൾ എന്ന് പറയുന്നത്. വെരി ലോങ് ടേം റിലേഷൻ ആണത്. സോ അത് ഭയങ്കര നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറുപ്പത്തിൽ തന്നെ ആ കോൺഫ്ലിക്ട്സുകൾ പാരന്റ്സ് റിസോൾവ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര ലവിങ് ആൻഡ് കെയറിങ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ ലൈഫ് ലോങ് ആ ഒരു സ്നേഹവും ആ ഒരു കെയറും ഉണ്ടാകും. പിന്നെ ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ലവ് ലാംഗ്വേജസ് ഉണ്ട്. റിലേഷൻഷിപ്പിൽ കപ്പിൾസ് തമ്മിലുള്ള ലവ് ലാംഗ്വേജസ് പോലെ തന്നെ കുട്ടികൾക്കും ലവ് ലാംഗ്വേജസ് ഉണ്ട്. അത് ഓരോ പാരന്റും അവരുടെ കുട്ടികളുടെ ലവ് ലാംഗ്വേജസ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. സോ 5 ലവ് ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഇസ് വേർഡ്സ് ഓഫ് അഫർമേഷൻസ്. Praise, encouragement and specific compliments makes them feel valued and secure. അവർക്ക് ചില കുട്ടികൾക്ക് നല്ല എൻകറേജ്മെന്റും
പ്രേസും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് മതി, അവരത് ഭയങ്കര ഹാപ്പി ആക്കും. എന്റെ പാരന്റ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് വാല്യൂ ഉണ്ടല്ലോ എന്നൊക്കെ ഫീൽ ചെയ്താൽ മതി. അവരുടെ ലവ് ലാംഗ്വേജ് അതായിരിക്കും, അത് അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. സോ അവരെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഡീൽ ചെയ്യാൻ. പിന്നെ ചിലർക്ക് ക്വാളിറ്റി ടൈം, അവർക്ക് അറ്റൻഷൻ സീക്ക് ചിൽഡ്രൻ, അവർക്ക് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് ക്വാളിറ്റി ടൈമാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ കൂടെ നിൽക്കുക. ലൈക്ക് അവർ ഡ്രോ ചെയ്യാന്ന് വെച്ചെങ്കിൽ പാരന്റും ഒരു ബുക്കും കളർ പെൻസിലും ഒക്കെ എടുത്തിട്ട് അവരുടെ കൂടെ ഡ്രോ ചെയ്യുക. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ ലെവലിൽ, നമ്മളിപ്പോൾ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ ഐ ലെവലിൽ നിന്നിട്ട് വേണം സംസാരിക്കാൻ. അത് കുറച്ചും കൂടി അവർക്ക് ബോണ്ടിങ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യണം. ദാറ്റ് ഈസ് ക്വാളിറ്റി ടൈം. ദെൻ റിസീവിങ് ഗിഫ്റ്റ്സ്. ചില കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുക. ചിലരുടെ ലവ് ലാംഗ്വേജസ് അതാണ്, അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും വളരെ സന്തോഷമുള്ള കാര്യം. സോ അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എനിത്തിങ് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ നമുക്ക് അറിയാലോ. സോ അത് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക, അതും ഒരു ടൈപ്പ് ഓഫ് ലവ് ലാംഗ്വേജ് ആണ്. Then acts of service, doing things for them like helping with a task, shows you care and support them. Okay, അവർക്ക് എന്തെങ്കിലും അവരുടെ ടാസ്കുകൾ ചെയ്യാൻ അവരുടെ കൂടെ നിന്നിട്ട് സഹായിക്കുക, അതും ആക്ട്സ് ഓഫ് സർവീസ് ആണ്. അതും ഒരു ടൈപ്പ് ഓഫ് ലവ് ലാംഗ്വേജ് ആണ്. അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുക, അവരെ കൂടെ നിന്നിട്ട് സഹായിക്കുക. ഇപ്പൊ ടോയ്സ് ഒക്കെ വെതറിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും അവരെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ, അത് എടുത്തു വെക്കാൻ പറയുന്നതും ഒപ്പം തന്നെ നമുക്കും അവരെ കൂടെ ഇരുന്നിട്ട് ഹെൽപ്പ് ചെയ്യാം. ടോയ്സ് എടുത്തു വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാം. ദെൻ ഫിസിക്കൽ ടച്ച്, ഇത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അവരെ ഹഗ് ചെയ്യുക, കഡിൽ ചെയ്യുക, ഹൈഫൈ കൊടുക്കുക. ചില കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് തരും അല്ലെ, ഹൈഫൈ എന്ന് പറഞ്ഞിട്ട് തരും. അതൊക്കെ അവരുടെ ലവ് ലാംഗ്വേജസ് ആണ്. സോ ഇത്രയാണ് ലവ് ലാംഗ്വേജസിൽ ഉള്ളത്. വേർഡ്സ് ഓഫ് അഫർമേഷൻ, ക്വാളിറ്റി ടൈം, റിസീവിങ് ഗിഫ്റ്റ്സ്, ആക്ട്സ് ഓഫ് സർവീസ്, ഫിസിക്കൽ ടച്ച്. ഇപ്പൊ നിങ്ങൾക്ക് 3 കുട്ടികളാണെന്നുവെച്ചെങ്കിൽ ആ 3 കുട്ടികളുടെ ലവ് ലാംഗ്വേജസ് ഡിഫറെന്റ് ആയിരിക്കും, ചിലപ്പോൾ സെയിം ആയിരിക്കും. സോ ഓരോ കുട്ടികളുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരെ ട്രീറ്റ് ചെയ്യാം. അവർക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു സ്നേഹം പാരന്റ്സിന് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കോൺഫ്ലിക്ട്സുകൾ മാക്സിമം കുറയ്ക്കാൻ സഹായിക്കും. അപ്പം ഇന്ന് മെയിൻ ആയിട്ടുള്ള ടേക്ക് അവേസ് എന്താന്ന് വെച്ചാൽ, ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സംഭവം നാച്ചുറലി ഉള്ള സംഭവമാണ്. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവില്ല, എവിടുന്നാ വരുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാരന്റ്സിന് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ഫെയർനെസ് മാറ്റേഴ്സ്, ഈക്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം, ഈക്വൽ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, ടൈം സെറ്റ് ചെയ്യുക, റൂൾസ് ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കുക. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സെറ്റ് ക്ലിയർ റൂൾസ്, സെറ്റ് ഗിവ് ഈക്വൽ അറ്റൻഷൻ. ഓക്കെ, പിന്നെ അവരിലൊരു വിശ്വാസം, ബിൽഡ് ട്രസ്റ്റ് ഇൻ ദം. ലൈക്ക് എന്റെ പാരന്റ്, എനിക്ക് എന്റെ പാരന്റിനെ വിശ്വസിക്കാൻ പറ്റും, ദേ ആർ ട്രീറ്റിംഗ് മീ വിത്ത് ഫെയർനെസ് എന്നുള്ളൊരു വിശ്വാസം അവരുടെ മൈൻഡിൽ വരണം. ദെൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ. കമ്മ്യൂണിക്കേറ്റ്, അവരുടെ അടുത്ത് ഒരു കുറച്ച് സമയം ഓപ്പൺ ആയിട്ട് അവർക്ക് എന്തും പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. അവർക്ക് അവരെ കേൾക്കുന്നുണ്ട്, അവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ഫീലിങ്സ് അവർക്ക് വരണം. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ. ദെൻ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, healthy sibling relationships build emotional strength and lifelong bonds. അതന്നെ പറഞ്ഞ് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇമോഷണൽ സ്ട്രെങ്ത് കൂടും, ബോണ്ട് കൂടും. അത് അവർക്ക് ലൈഫ് ലോങ് കീപ്പ് ചെയ്യാനും സഹായിക്കും. Then a healthy sibling relationship is one of the greatest gifts a family can give. സഹോദരങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയും നിൽക്കുന്നത് കാണുന്നതിന് പാരന്റ്സിന് ഒരു സന്തോഷമാണ് അല്ലേ. സോ ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത്. ഇതിലെല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ ഇപ്പോ എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടോ?
സിബ്ലിങ്സ് ഇപ്പോ മക്കളുടെ കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ടും, സിബ്ലിംഗ് എന്ന് പറയുന്നത്, സഹോദരങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് ആണല്ലേ. പേഴ്സണലി എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ ഒരു വലിയ ബ്ലെസ്സിങ് ആണ് എന്റെ സിബ്ലിങ്സ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ആ ഒരു ബോണ്ട് നമുക്ക് ലൈഫ് ലോങ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ബോണ്ടാണ് സിബ്ലിങ്സ് എന്ന് പറയുന്നത്. സോ ഇത് ക്ലിയർ ആയോ എല്ലാം? മക്കളുടെ കാര്യത്തിലും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായോ? യെസ്, ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, ഒറ്റ മോളാണ് അല്ലേ നിരതി മാം. കസിൻസ് ഉണ്ടാവുമല്ലോ, കസിൻസ് അവരും ഒരു തരം ഐ മീൻ സിബ്ലിങ്സിൽ പെട്ടതാണ്. സോ യെസ്, ഓക്കെ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ലവ് ലാംഗ്വേജസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം, നല്ല ഒരു അവയർനെസ് ആയിരുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ അവര് തമ്മിൽ ഇങ്ങനെ വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരാൾ എന്നെ മാത്രം സ്നേഹിക്കുന്നു, ഒരാളെ സ്നേഹിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അവർക്ക്. ഇപ്പൊക്കെ വലുതായപ്പോ കുറെയൊക്കെ മാറ്റം വന്നു. ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ. ഇപ്പൊ പിന്നെ എന്താ പറയാ, നമുക്ക് ഇപ്പൊ കുറച്ച് ബോധം വെച്ചു, എന്നെ പോലെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. എന്തായാലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടാറില്ല, അവർ തമ്മിൽ തീർക്കും. അവരെന്തെങ്കിലും തമ്മിൽ അങ്ങോട്ടൊന്നും പറഞ്ഞാൽ ഞാനതിൽ ഇടപെടാറില്ല. അങ്ങനെ ഇപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു കേട്ടോ. താങ്ക് യു രതി മാം. ഇപ്പൊ മനസ്സിലായല്ലോ, രണ്ടുപേർക്കും ഈക്വൽ അറ്റൻഷൻ കൊടുക്കുക. പിന്നെ വലുതായാലും തന്നെ അത് ഗ്രാജുവലി കുറഞ്ഞു പോകും. പിന്നെ നമുക്ക് വലുതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു മെമ്മറീസ് ആണല്ലോ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്ത്. അതൊരു നല്ലൊരു മെമ്മറിയാണ്. എല്ലാവരും മീൻസ് ഇപ്പോ സിബ്ലിങ്സ് ആണെന്നുവെച്ചെങ്കിൽ വലുതായിട്ടുണ്ടെങ്കിൽ പലരും പല രാജ്യങ്ങളിൽ പോകും, പഠിക്കാൻ പോകും, ജോലിക്ക് പോകും. പിന്നെ നമ്മൾ ഒത്തുകൂടുന്ന സമയം വളരെ കുറവായിരിക്കും അല്ലെ. ഇപ്പൊ ചെറുപ്പത്തിലെ നമ്മളെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യുക, ഭയങ്കര എന്താ പറയാ, നല്ലൊരു ഫാമിലി ടൈം ആണ് അതല്ലേ. സോ ചൈൽഡ്ഹുഡ് ഈസ് സംതിങ് റിയലി ഗ്രേറ്റ് ടു ഷെയർ മെമ്മറീസ് ഒക്കെ, കാര്യങ്ങളൊക്കെ പറയാം സിബ്ലിങ്സുമായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ടൊന്ന് ഇന്ന് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ സ്നേഹവും കെയറും ഒക്കെ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സ്പ്രെഡ് യുവർ ലവ്. Yeah. So thank you so much. Wish you all a very beautiful day. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.